ആ ചൂടുള്ള ദോശ എനിക്ക് എനിക്കാ. എടി ഇല്ലാത്തുള്ള എല്ലാം ചൂടുള്ള ദോശയാണ്. അല്ല ഇതിപ്പോ ചുട്ടല്ലേ. മക്കളെ ദോശ ചുട്ടത് മതി, നീ വന്നിരുന്ന് കഴി. തികയൊന്നുമില്ല മാമ, രണ്ടെണ്ണം കൂടെ എടുത്തിട്ട് വരാം. തികയും ഇരുന്നോ? അന്ന് നീ ഇപ്പൊ കഴിക്കുന്നല്ലേ ഉള്ളൂ. ഞാൻ ഇപ്പൊ കഴിക്കണേ ഉള്ളൂ. അങ്കിള് കഴിച്ചല്ലോ. നിന്നെ എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഇരിക്കണത് നീ ദോശ കഴിക്കും. ഇല്ല തോന്നടി അങ്കിള് കഴിച്ചത്. അങ്കിള് കഴിച്ചു എന്ന് പറയാ. അതന്നെ ഞാൻ നേരത്തെ കഴിച്ചു, പക്ഷെ അതുകൊണ്ട് എനിക്ക് ഇനി കുളിക്കാൻ പറ്റില്ല. കുളിക്കാൻ പറ്റൂലേ? പക്ഷെ അങ്കിള് കുളിച്ചില്ലെങ്കിൽ സൂപ്പർ അല്ലേ? അതാണ് അത് നീ പറഞ്ഞോളൂ. നീ കുളിച്ചു കാണൂലല്ലേ? അത് പിന്നെ എന്നൊന്നും കുളിക്കാൻ പാടില്ലെന്ന് സയൻസ് പറഞ്ഞിട്ടുണ്ടേ. എന്റെ ദൈവമേ, എന്തോന്ന് മാമ ഇവരൊക്കെ ഇങ്ങനെ? നീ കുളിച്ചില്ലേ പെങ്കി? ഇല്ല. ഈ വീട്ടിൽ എന്തോന്ന് എല്ലാരും ഇങ്ങനെ കാണിക്കണം മാമ? അയ്യോ അപ്പൊ വിഷമിക്കണ്ട, ഞാൻ കുളിച്ചിട്ട് ഒന്നും കൂടെ കഴിക്കാം. നീ മിണ്ടല്ലേ, നീ എന്നെ കുറിച്ചൊന്നും പറയല്ലേ. പഴമക്കാർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടില്ല, കോമഡി ഇഷ്ടമില്ലാത്തവരാണ് പഴമക്കാർ. എടേ നിനക്ക് സൗകര്യം ഉണ്ടേ കുളിക്കടാ, എനിക്ക് കുളിക്കാതെ പോ. മാമ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒന്ന് പറയണം മാമ, ഇവരൊക്കെ വലിയ പുതുമക്കാരാണ്. ഇവരെന്തോന്നൊക്കെ പറയണ അങ്കിള്? നിനക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ രാവിലെ കുളിക്കാതെ പല്ലേക്കാതെ നേരെ അടുക്കളക്കകത്തോട്ട് കയറി വന്നു. ഇത് എന്തോന്ന് പറ്റി? എന്തോന്ന് പറ്റി കേൾക്കണോ? ഞാൻ കുളിക്കാതെ അടുക്കളയിലോട്ട് കയറിയത് ഇവളുടെ ദോശയുടെ ദോശ കിണ്ടിപ്പോയി. ഞാൻ കുളിക്കാത്തതുകൊണ്ട്. ഈ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ, അതിലൊക്കെ സത്യമുണ്ട്. എന്തോ സത്യോടി, ഞാൻ കുളിക്കാത്തോണ്ട് ഇവിടെ ദോശ പൊട്ടി പോണതാ സത്യം. അല്ല കല്ല് ചൂടാവത്തോണ്ടല്ലേ ഓരോരോ തമാശകള്. നീ കുളിക്കുകയും വേണ്ട ജപിക്കുകയും വേണ്ട, ഇവിടുന്ന് ഒന്ന് പോയി തരാമോ? ഓ ഞാൻ പോയാമേ. പോ. അത് ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, നീ ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണം, അപ്പൊ അതങ്ങനെ കുളിച്ചിട്ടേ കഴിക്കാവോ? ദൈവമേ ചേട്ടാ, എന്താ കേട്ടാ ഇങ്ങനെ? അങ്ങനെ ഒന്നും ചെയ്തോടാ. എടാ പോടാ ഇറങ്ങി. ഇത് എന്തിനടി ഇത്? അന്ധവിശ്വാസത്തിന്റെ ഒരു കൂട്. രാവിലെ കുളിച്ചിട്ട് ദോശ കഴിക്കണം, ഉച്ചയ്ക്ക് കുളിച്ചിട്ട് ആഹാരം കഴിച്ചൂടാ, രാത്രി കുളിച്ചോണ്ട് ഇനി ആഹാരം കഴിക്കാൻ ഞാൻ എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞില്ലേ നീ കുളിക്കുകയും ജപിക്കുകയും വേണ്ട. പോവേ തന്നെ. എന്റെ അമ്മ നല്ല കിണി കേട്ടാ, നല്ല കിണി. താങ്ക്സ്. ഓ ഓ എന്തോ ചേട്ടാ ഇങ്ങോട്ട് താ. ചേട്ടാ ഇങ്ങോട്ട് എന്നെ കാണിച്ചല്ലേ? എന്താ വെച്ചിരിക്കണേ? എന്നെ കൂടെ കാണില്ല, ഞാൻ കുടിച്ചിരിക്കട്ടെ. ഇല്ല ഇല്ല, നിന്നെ കാണിക്കുന്നില്ല. ഇവളിപ്പോ എവിടെ വന്നത്? ഓ എപ്പഴാ പോയാലും വന്നോളൂ, ബോബൻ മോളിലെ പട്ടിയെ പോലെ. ബോബൻ അല്ലേ മോളി? ഞാൻ പട്ടി. എന്നെ പട്ടിന്ന് വിളിച്ചല്ലേ? കൊള്ളാം. കൊള്ളാമോ? ഞാൻ രാവിലെ പറഞ്ഞാണ് എനിക്ക് വഴക്കോട്ടൊക്കെ താല്പര്യം. എന്നാ നീ ഉണ്ടാക്കണ്ട, നീ പോ. പിന്നെ ഇങ്ങോട്ടൊന്ന് ചൊറിയണം എന്തിന്? അത് കൊള്ളാം, ഇവളല്ലേ ഇങ്ങോട്ടൊന്നും ചൊറിഞ്ഞത് ഇപ്പം? ഞാൻ ചുമ്മാ വന്നല്ലേ, അപ്പൊ ഇങ്ങനെയൊക്കെ പട്ടി വിളിക്കാം? ചുമ്മാ വരണ്ട നീ. സീരിയസ് ആവണെന്തിനാ? പിന്നെ തുടങ്ങിയ ഈ എർത്ത് വണ്ട് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. എന്നെ വണ്ടെന്ന് വിളിച്ച കേട്ടാ? അപ്പൊ ചുമ്മാ ഒന്നുമില്ല ഒന്നുമില്ല, ഞാൻ അവളെ കൂടെ കളിച്ചത്. കളിച്ചൊന്നുമല്ല, രാവിലെ തൊട്ട് എന്നെ ചൊറിയാൻ തുടങ്ങിയാണ്. ശരിയാക്കി തരാം, ശരിയാക്കി തരാമേ. മറപ്പു എന്തോ കേട്ടത്? എനിക്ക് അറിഞ്ഞൂടെ, നീ എന്തിന്റെ ആവശ്യമില്ലാതെ പെണ്ണിനെ സംസാരിക്കാൻ പോണത്? സംസാരിച്ചപ്പോ എന്ത്? നിന്റെ അടുത്ത് എത്ര പറഞ്ഞാലും നീ കേൾക്കൂലേ? ഇപ്പൊ ഒരു സുഖം തോന്നണുണ്ടല്ലോ അല്ലേ? അവള് കയറി പോയപ്പോ ഓരോന്ന് മനസ്സിൽ വെച്ചോണ്ട് വന്നിട്ട് എന്തിനു മക്കളെ പറ്റിയത് ചോദിച്ചാൽ അവളെ മൂട്ടിച്ച് വിട്ടിട്ട് ഇപ്പൊ എന്നെ ചോദിക്കണ് അടിയാ മൂട്ടിപ്പിച്ചിട്ട്. നിനക്ക് വല്ല അറിയാമോ? അപ്പൊ അറിയണ്ടായി. നല്ല സൂചിച്ചോ കേട്ടാ, സൂചിച്ചോ. ഇപ്പൊ എന്റെ അടുത്ത് എന്തൊന്നും പ്രശ്നം? മക്കളെ പ്രശ്നമൊന്നുമില്ല. മുൻവശത്തിരുന്ന് ഇവൻ നഖം വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു വീട്ടിന് മുൻവശത്ത്. അപ്പോഴത്തേക്ക് പിങ്കി വന്നു. പിങ്കി അതിന്റെ പുറത്തൂടെ ചവിട്ടി കൊണ്ടുപോയി. ബെസ്റ്റ്. അപ്പം മുതൽ ഇവിടെ വഴക്കുന്ന ഞാൻ ഉദ്ദേശിച്ചു അതേപോലെ നടന്നു. എന്തോന്ന് ചെയ്യാനല്ലേ? എന്തിനു ചെയ്യാൻ? പക്ഷെ മാമ അത് പറയണ്ടായിരുന്നു. കാരണം ഇവർക്കൊന്നും അതിൽ വിശ്വാസമൊന്നുമില്ല മാമ. ഇത് പറയുമ്പോ നമ്മള് പഴമക്കാരെ, അത് തന്നെ ഒരു വലിയ ന്യൂ ജനറേഷൻ ആൾക്കാർ.
എന്തൊരു കഷ്ടം നോക്ക്. ഇനി ചെയ്യാൻ വേറെ ഒന്നുമില്ല. ഇവർ നമ്മുടെ വഴക്ക് കൂടാതിരിക്കാൻ നമ്മൾ നോക്കണം. അത് ശരിയാണ്, അല്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥത പോവും. ഞാൻ തുണി എടുത്തിട്ട് വരാമേ. ഇതൊക്കെ പറയുന്നുണ്ട്. വെള്ളം കുടിക്കാൻ കഴിഞ്ഞ ഒന്നുകൂടെ പറ. നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞോണ്ടി ഫോൺ നോക്കിക്കൊണ്ടു വെള്ളം കുടിച്ചോണ്ടിരിക്കുമ്പോ തട്ടല്ലെന്ന്. നിങ്ങൾ എന്തിനു മനുഷ്യന്മാരെ നടന്നു പോണ വഴി നിന്ന് വെള്ളം കുടിക്കണേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ എരുമ്പൾ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് വെള്ളം കുടിക്കാം. അത് മതി കേട്ടോ. അതല്ലേ ഞാൻ ഇപ്പൊ ചെയ്യുന്നത് കേട്ടോ. വെള്ളം തട്ടിയിട്ട് നീ ഒന്ന് അയ്യോ വെള്ളം കുടിക്ക്. അയ്യോ നാട്ടുകാർ പറഞ്ഞേ എന്നെ തല്ലിക്കൊല്ലാൻ പോണേ അപ്പച്ചിയോട് പറഞ്ഞേ. അയ്യോ 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 എന്താണ് കാണിക്കണേ? അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ. എന്താണ് കാണിക്കുന്നത് രാവിലെ? പിന്നെ അവള് കാണിച്ചെന്തിന്? ഞാൻ ഒന്നും കാണിച്ചില്ല. ഞാൻ വെള്ളം കുടിച്ചോണ്ട് തട്ടി കണ്ട. അത് ഞാനല്ല നീ അല്ലേ പിന്നെ നിന്റെ നിനക്ക് എന്താ ഇരക്കാട് പാടി വീട്ടിനകത്ത് കയറി പൊടി വിട്ടത്. ഞാൻ വീടിനകത്തല്ലേ നിക്കണത്. എന്നാ ഇറങ്ങി പൊടി വിടുന്നു. ഇത് ചേട്ടാ കൊച്ചു പിള്ളേരെ പോലെ കാണിക്കണേ. അവളോ കൊച്ചുകുട്ടി അതിന്റെ കൂടെ കിടന്ന് ചേട്ടൻ കൊടുത്ത തുള്ളണം. ഈ കൊച്ചുകുട്ടി തള്ളിയിട്ട് എന്റെ മണ്ടയിൽ വെള്ളം കയറി ഞാൻ ചത്തോ എന്ത് ചെയ്തേനെ? എന്തിന് പിങ്കി നീ ഇങ്ങനെ ആ ചോര് ഇങ്ങനെ അങ്ങനെ ചാവൂല അപ്പച്ചി. കണ്ട എന്നെ കൊല്ലണപ്പ അവള് നടന്നേന്ന്. ദൈവമേ അവളെ രവിയണ്ണന്റെ മോളെ. അണ്ണനെ പറഞ്ഞോണ്ടല്ലോ. ആഹാ അപ്പൊ അങ്ങനെയായ അതിപ്പോ എവിടെ കാണിച്ചതിന് കുഴപ്പമൊന്നുമില്ല. എന്റെ കണ്ണ് പോവല്ലോ. നിങ്ങൾ നിർത്ത്. നിർത്തി. നീ എന്നാ അവളത് പോകാൻ പറ. പോ ശോമേ പോ. ഞാൻ എന്തിനു പോണേ? നീ എന്തിനു പോണ പാടി നീ എന്തിനു പോണേ? മാമ ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നേ. ചേട്ടാ നീ നീ അവളെ കാട്ടി കൊച്ചാടാ. എവിടെ പറഞ്ഞ എന്നെ അടിച്ചു. അതുകൊണ്ട് എനിക്ക് എനിക്ക് മാത്രം വയറ് മാന്തി പൊളിച്ച്. നീ ഇത്ര ഇത് കിഴങ്ങനായി പോയടാ കൊച്ചു കുട്ടിയുടെ കളിക്കായി. മാമ വിരിയിരിപ്പിക്കാതെ. ചേട്ടാ പോ ചേട്ടാ. ചേട്ടാ പോ ചേട്ടാ. അറിയ പോടാ വെളിയിൽ പോ. എനിക്ക് വയ്യ എപ്പം നോക്കിയാലും ഇവിടെ അടിക്കും വഴക്കും തന്നെ. എന്താണ് വെള്ളം കുടിക്കണ്ടേ എനിക്ക്? വെള്ളം കുടിച്ചോണ്ട് പോവില്ല. ഞാൻ വെള്ളം കുടിക്കില്ലേ? ഞാൻ വെള്ളം കുടിക്കാതെ പോകാൻ പോവാണ്. ഇനി ഈ വീട്ടിൽ ഒറ്റ ഒരാളെ നഖം വെട്ടി പോയാൽ ഞാൻ പറഞ്ഞേക്കാം. നഖം വെട്ടിയിട്ട് മാത്രമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അവനല്ലേ നാ കുറ്റി, ഞാനല്ലല്ലേ. നീ എന്റെ അടുത്ത് കയറി ഉണക്കായി. മാമ തടയണം. ഞാൻ തടഞ്ഞു തന്നെ. എന്തൊരു കഷ്ടം ഭഗവാനേത്. ഹലോ ഹലോ ഞാൻ നഖം വെട്ടും, ചിലപ്പോ പല്ല് കഴിക്കും, കുളിക്കും, അതെന്റെ ഇഷ്ടം. അങ്ങനെ ചെയ്യല്ലേ. ഞാൻ ചെയ്യും. അങ്ങനെ ചെയ്യണോട് അടി നടക്കുന്നത്. അങ്ങനെ ചെയ്യാൻ അടി നടക്കട്ടെ. എനിക്ക് വയ്യേ. മാമ ആ നഖം വെട്ടിയൊക്കെ എടുത്ത് ദൂരെ കള. ഭഗവാനെ ഇത് വലിയൊരു കഷ്ടമായി മാറിയല്ലേ. ഇപ്പം നോക്കിയാലും വീട്ടിൽ വഴക്ക്